കേരള സ്റ്റോറി 2വിൻ്റെ റിലീസ് 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്തു എന്ന വാർത്ത കേരളീയ പൊതുസമൂഹത്തിന് വലിയ പ്രതീക്ഷ നൽകുന്നതായിരുന്നു. എന്നാൽ ഈ പ്രതീക്ഷയ്ക്കും സന്തോഷത്തിനുമെല്ലാം അല്പായുസ് മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. ഇന്നലെ രാത്രി ഉത്തരവിനെതിരെ സിനിമയുടെ അണിയറ പ്രവർത്തകർ അപ്പീൽ നൽകി. രാത്രി തന്നെ അപ്പീൽ ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്തു. ശേഷം സിംഗിൾ ബെഞ്ച് ഉത്തരവ് സ്റ്റേ ചെയ്തതായി ഡിവിഷൻ ബെഞ്ച് അറിയിക്കുകയും ചെയ്തു. രാത്രി 9:30 വരെയാണ് അപ്പീലിൽ വാദം കേട്ടത്. സുപ്രീം കോടതിയിൽ നിന്നുള്ള മുതിർന്ന അഭിഭാഷകർ കേരള സ്റ്റോറി 2വിന് വേണ്ടി വാദിക്കാനായി ഓൺലൈനിൽ ഹാജരാവുകയും ചെയ്തു. നിർമ്മാതാക്കളുടെ ആവശ്യങ്ങളെല്ലാം പരിഗണിക്കപ്പെട്ടതോടെ ചിത്രം ഇനി തിയേറ്ററുകളിൽ പ്രദർശനത്തിനെത്തും. ഇന്ന് രാവിലെ മുതൽ തന്നെ ചിത്രത്തിന്റെ ഓൺലൈൻ ടിക്കറ്റുകൾ വിറ്റു തുടങ്ങിയിരുന്നു. കേരള സ്റ്റോറി 2 വിഷയത്തിൽ ഹൈക്കോടതിയിൽ നടന്ന നാടകീയ നീക്കങ്ങൾ എന്തൊക്കെ കാണാം. RDX റാപ്പ്. അത്യന്തം നാടകീയമായിരുന്നു കേരള സ്റ്റോറി 2വിനെതിരെ ഹൈക്കോടതിയിൽ നടന്ന നിയമവ്യവഹാരങ്ങൾ. മതേതര കേരളത്തിനാകെ പ്രതീക്ഷ നൽകുന്ന തീരുമാനങ്ങളായിരുന്നു കേരള സ്റ്റോറി 2വിനെതിരെ ഹർജി നൽകിയ അന്നു മുതൽ ഹൈക്കോടതി കൈക്കൊണ്ടത്. ടീസറും ട്രെയിലറും പിൻവലിക്കാൻ പറഞ്ഞതു മുതൽ ചിത്രത്തിന്റെ റിലീസ് താൽക്കാലികമായി തടയുക വരെ ചെയ്തു ഹൈക്കോടതി സിംഗിൾ ബെഞ്ച്. ശ്രീദേവ് നമ്പൂതിരി, ഫെഡ്രി ഫ്രാൻസിസ് എന്നിവർ നൽകിയ ഹർജിയിൽ ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസ് ആയിരുന്നു വിധി പറഞ്ഞത്. എന്നാൽ ശരവേഗത്തിൽ കാര്യങ്ങളെല്ലാം കലങ്ങിമറിഞ്ഞു. ഹൈക്കോടതി സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവിനെതിരെ നിർമ്മാതാക്കൾ അപ്പീൽ നൽകുകയും അസാധാരണമാം വിധം ഡിവിഷൻ ബെഞ്ച് രാത്രി തന്നെ ഈ അപ്പീൽ പരിഗണിക്കുകയും ചെയ്തു. പൊതു താൽപര്യ സ്വഭാവമുള്ള ഹർജിയിൽ സിംഗിൾ ബെഞ്ച് തീരുമാനമെടുത്തത് ശരിയല്ലെന്ന നിരീക്ഷണവും ഡിവിഷൻ ബെഞ്ച് നടത്തി. ചിത്രത്തിന്റെ ടീസറും ട്രെയിലറും ചിത്രത്തിന്റെ ഭാഗമല്ലെന്നും സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകിയാൽ ചിത്രം പ്രദർശിപ്പിക്കാമെന്നും ഡിവിഷൻ ബെഞ്ച് നിലപാടെടുത്തു. ഇതോടെ ചിത്രം ഇന്ന് തന്നെ റിലീസ് ചെയ്യാമെന്ന് ഏറെക്കുറെ ഉറപ്പായി. പിന്നാലെ ഇന്ന് അപ്പീൽ വീണ്ടും പരിഗണിച്ച ഡിവിഷൻ ബെഞ്ച് റിലീസ് തടഞ്ഞുള്ള സിംഗിൾ ബെഞ്ചിന്റെ ഉത്തരവ് റദ്ദാക്കുകയും ചെയ്തു. RDX റാപ്പ്, ന്യൂസ് മലയാളം. ഹൈക്കോടതിയിൽ നടന്നത് ഇതൊക്കെയാണ്. കേരള സ്റ്റോറി 2 കേരളത്തെ തെറ്റായി ചിത്രീകരിക്കുന്നുവെന്നും പ്രദർശനം തടയണമെന്നുമാണ് ഹർജികൾ ഉണ്ടായിരുന്നത്. ഫെബ്രുവരി 24 ജസ്റ്റിസ് ബച്ചു കുര്യൻ തോമസിന്റെ സിംഗിൾ ബെഞ്ച് കേസ് പരിഗണിച്ചു. ടീസറും ട്രെയിലറും കേരളത്തിന്റെ പ്രതിച്ഛായയെ ബാധിക്കുന്നതാണെന്ന് സിംഗിൾ ബെഞ്ചിന്റെ നിരീക്ഷണം അതുമായി ബന്ധപ്പെട്ടപ്പോൾ തന്നെ ഉണ്ടായി. ടീസറും ട്രെയിലറും പിൻവലിക്കാൻ നിർദ്ദേശം നിർമ്മാതാക്കൾ ഇക്കാര്യം സമ്മതിച്ചെങ്കിലും നീക്കിയില്ല എന്നതാണ് കാണുന്നത്. ഫെബ്രുവരി 25 ബുധനാഴ്ച ചിത്രം കാണാം എന്ന് കോടതി വ്യക്തമാക്കി. നിർമ്മാതാക്കളുടെ എതിർപ്പ് കാരണം സ്ക്രീനിംഗ് നടന്നില്ല. ഇന്നലെ ഹർജി വീണ്ടും പരിഗണിച്ച ഹൈക്കോടതി ചിത്രത്തിന്റെ റിലീസ് 15 ദിവസത്തേക്ക് സ്റ്റേ ചെയ്യുകയായിരുന്നു. ടൈറ്റിലിനും ഉള്ളടക്കത്തിലും അവാസ്തവമായ കാര്യങ്ങളുണ്ടെന്ന് കോടതി പറഞ്ഞു. രാത്രിയോടെ വീണ്ടും നാടകീയ നീക്കം. ഹൈക്കോടതി സ്റ്റേക്ക് അപ്പീലുമായി നിർമ്മാതാക്കൾ വന്നു. റിലീസ് താൽക്കാലികമായി സ്റ്റേ ചെയ്തതിനെതിരായ അപ്പീലിൽ രാത്രിയിൽ പ്രത്യേക സിറ്റിംഗ് ഇതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നു. നിർമ്മാതാക്കൾക്ക് വേണ്ടി സുപ്രീം കോടതിയിലെ മുതിർന്ന അഭിഭാഷകൻ നീരജ് കിഷൻ ഹാജരായി. സെൻസർ ബോർഡിന് വേണ്ടി സോളിസിറ്റർ ജനറൽ സുന്ദരേശനും ഹാജരാവുകയുണ്ടായി. പൊതുതാൽപര്യ സ്വഭാവമുള്ള ഹർജി എങ്ങനെ സിംഗിൾ ബെഞ്ച് പരിഗണിച്ചെന്ന് ഡിവിഷൻ ബെഞ്ച് ചോദിച്ചു. ടീസർ പുറത്തിറങ്ങി 16 ദിവസം കഴിഞ്ഞാണ് ഹർജിയെന്ന് നിർമ്മാതാക്കൾ വാദിച്ചു. കേരളത്തെ അപകീർത്തിപ്പെടുന്നതല്ല സിനിമയെന്നും നിർമ്മാതാക്കൾ പറഞ്ഞു. ഇന്നലെ രാത്രി 2 മണിക്കൂറോളം വാദം കേട്ട ശേഷം അപ്പീൽ ഉത്തരവിനായി മാറ്റുകയായിരുന്നു. ഇന്ന് വൈകിട്ടോടെ സിംഗിൾ ബെഞ്ച് ഏർപ്പെടുത്തിയ സ്റ്റേ തടഞ്ഞ് ഡിവിഷൻ ബെഞ്ചിന്റെ ഉത്തരവ് പുറത്തു വന്നു. കേരള സ്റ്റോറി 2വിൻ്റെ ബുക്കിംഗ് രാവിലെ തന്നെ ആരംഭിച്ചിരുന്നു. ഇന്ന് രാവിലെ ഡിവിഷൻ ബെഞ്ച് ഉത്തരവ് വരുന്നതിന് മുമ്പാണ് ബുക്കിംഗ് ആരംഭിച്ചത് എന്ന് നമ്മൾ അറിയുന്നു. നിർമ്മാതാക്കളുടെ അപ്പീലിൽ വാദം കേട്ട ഡിവിഷൻ ബെഞ്ച് ജഡ്ജിക്ക് പ്രമോഷൻ ഉണ്ടായതും ഇന്ന് തന്നെയാണ്. മദ്രാസ് ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസായി ധർമാധികാരിയെ നിയമിച്ചു എന്ന വാർത്ത ഇന്ന് വന്നു. നിലവിലെ ചീഫ് ജസ്റ്റിസ് മാർച്ച് 5 വിരമിക്കുന്നതിനാൽ മാർച്ച് 6 മുതൽ നിയമനം പ്രാബല്യത്തിലാകും. ഇന്നലത്തെ സുപ്രീം കോടതി കൊളീജിയം മീറ്റിംഗിലാണ് ചീഫ് ജസ്റ്റിസായിട്ട് ശുപാർശ നൽകിയത്. ഈ ജഡ്ജിയുടെ മാറ്റം ഒരുപക്ഷെ സ്വാഭാവികമായിരിക്കാം. അക്കാര്യത്തിൽ നമുക്ക് എന്തെങ്കിലും പറയാനുണ്ടെന്ന് എനിക്ക് ഒരുപക്ഷെ സ്വാഭാവികമായിരിക്കാം. അല്ല, അതിപ്പോൾ ഇന്ന് വന്ന ഒരു വാർത്ത എന്ന മട്ടിൽ നമ്മൾ അതിനോട് സ്വാഭാവികമായി പറയണമെങ്കിൽ അദ്ദേഹം മധ്യപ്രദേശിൽ നിന്ന് ഇങ്ങോട്ട് വന്നതടക്കം പറഞ്ഞു പോകണം. അതുകൊണ്ട് അത്തരം ഒരു അസ്വാഭാവികതയുടെ സാഹചര്യം തൽക്കാലം നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നില്ലാത്തതുകൊണ്ട് അത് വളരെ സ്വാഭാവികമായി സംഭവിച്ചതായിരിക്കാം. എന്തായാലും ഇപ്പോൾ ഈ സിനിമയുടെ ഹാൽ എന്താണെന്ന് പരിശോധിച്ചാൽ, ഡിവിഷൻ ബെഞ്ച് അതിൽ ഇടപെട്ട രീതി എന്താണ് എന്നുള്ളത് പരിശോധിച്ചാൽ, ഇവിടെ ഇപ്പോൾ സിനിമ കാണേണ്ടതില്ല, കോടതിക്ക് തിയേറ്റർ തുടങ്ങേണ്ടതില്ല, കട്ട് പറയേണ്ടതില്ല, അങ്ങനെയൊക്കെയുള്ള ഒരു പ്രത്യേകത ഈ സിനിമയുടെ കാര്യത്തിൽ വന്നപ്പോൾ ഉണ്ടായി എന്നുള്ളതാണ്. ഹാൽ എന്നുള്ള സിനിമയ്ക്ക് എന്താണ് സംഭവിച്ചത് എന്നും എങ്ങനെയാണ് കോടതി ആ വിഷയത്തിൽ ഇടപെട്ടത് എന്നും മലയാളി നേരിട്ട് കണ്ടതാണ്. അതിനെ തുടർന്നുണ്ടായ ചർച്ചകളും തമാശകളും ഒക്കെ ഓർമ്മയുണ്ടാവുമല്ലോ. അതായത് ഹൈക്കോടതിയുടെ പുതിയ കെട്ടിടം പണിയാനിരിക്കുകയാണ്. അവിടെ സിനിമ കാണുന്നതിന് വേണ്ട സൗകര്യം കൂടി ഒരുക്കണം
എന്നുള്ള മട്ടിൽ കേരളത്തിൽ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നു. അതായത് അത് അഭിഭാഷകരൊക്കെ തന്നെയാണ് ആ ചർച്ചകൾ ഉയർത്തിക്കൊണ്ടുവന്നത്. അതായത് അവിടെ ഇങ്ങനെ ഇതാണ് കോടതിയുടെ ഒരു രീതിയെങ്കിൽ, അങ്ങനെയാണെങ്കിൽ സെൻസർ ബോർഡ് മാത്രം ഇത് കണ്ടാൽ പോരല്ലോ, കോടതിയിൽ കൂടി അത് കാണാൻ വേണ്ട സൗകര്യങ്ങൾ ഒരുക്കുകയും അതിന് വേണ്ട കട്ടും പേസ്റ്റും മറ്റേ ഒക്കെ ഉൾപ്പെടുത്താൻ വേണ്ട സംവിധാനങ്ങൾ കൂടി നിർദ്ദേശങ്ങൾ കൂടി നൽകേണ്ട ഒരു സാഹചര്യമുണ്ടെങ്കിൽ ആ രീതിയിൽ വേണം കാര്യങ്ങൾ എന്നുള്ളത് അന്ന് ചർച്ചയായി. അവിടെയും ബീഫൊക്കെ ആയിരുന്നു പ്രശ്നം. ഹാൽ സിനിമയുടെ കാര്യം വന്നു കഴിഞ്ഞപ്പോൾ അവിടെയും ബീഫായിരുന്നു പ്രശ്നം. ഇവിടെയും ബീഫാണ് വേറൊരു തരത്തിൽ പ്രശ്നം. ബീഫ് മാത്രമല്ല, ഇവിടെ കേരളത്തെ അപമാനിക്കുന്നു എന്നുള്ളതാണ് പ്രശ്നം. ഇപ്പോൾ ഇവരിവിടെ വന്നു കഴിഞ്ഞ് പറയുന്നത് എന്താണ്, ഈ സിനിമയിൽ ഈ ടീസറിൽ പറയുന്ന കാര്യങ്ങളില്ല, ഈ ട്രെയിലറിൽ പറയുന്ന കാര്യങ്ങളില്ല, ഇതല്ല വിഷയം, സിനിമയുടെ വിഷയം തന്നെ ഇതല്ല, പിന്നെ കേരളത്തിലല്ല ഈ സ്റ്റോറി നടക്കുന്നത്, കേരളത്തിന് അപ്പുറത്താണ്. അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് കേരള സ്റ്റോറി എന്ന് പേരിട്ടിരിക്കുന്നത്? കേരളത്തിന് വെളിയിൽ നടക്കുന്ന ഒരു കാര്യം കാണിക്കാൻ കേരള സ്റ്റോറി എന്ന് പേരിടേണ്ട കാര്യമില്ലല്ലോ. ഈ സംസ്ഥാനത്തെ ആകമാനം അപമാനിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു നീക്കമാണ് നടത്തുന്നത്. ഈ കാര്യത്തിൽ സംസ്ഥാനത്ത് ഇപ്പോൾ കേരളത്തിൽ, അതായത് പ്രത്യയശാസ്ത്രപരമായി ഇത്തരം ചില വിഷയങ്ങളോട് അടുത്ത് നിൽക്കുന്നതും കേരളത്തിൽ BJP ഒക്കെയാണ്. പക്ഷേ BJP പോലും ഈ വിഷയത്തിൽ തൊട്ടിട്ടില്ലല്ലോ. BJP ഈ വിഷയത്തിൽ മര്യാദയ്ക്ക് ഒരു പ്രതികരണം പോലും തരാൻ തയ്യാറല്ല. ഇത് എവിടെയോ നടക്കുന്ന എന്തോ കാര്യം, ഇതെന്താണ് എന്നുള്ള മട്ടിൽ അങ്ങ് വിട്ടുകളയാണ്. ഈ വിഷയത്തിലൊരു അഭിപ്രായം BJP പോലും പറയുന്നില്ല, സംഘപരിവാർ നേതാക്കൾ പറയുന്നില്ല. കാരണം എന്താണ്, ഇത് കേരളം, അതുകൊണ്ട് ഇവിടെ പ്രിയപ്പെട്ട കേരളം എന്ന് പറഞ്ഞ് പുതിയ ക്യാമ്പയിൻ BJP തുടങ്ങിയിട്ടിരിക്കുകയാണ്. ആ സമയത്ത് തന്നെ പ്രയോഗിച്ച് തുടങ്ങി, പ്രിയപ്പെട്ട കേരളം എന്ന് പറഞ്ഞു തുടങ്ങി. അതല്ലാതെ ഇവിടെ മാർഗ്ഗമില്ല എന്നുള്ള അവസ്ഥ വന്നു. കാരണം കേരളത്തെ ആ മട്ടിലല്ല കാണേണ്ടത് എന്നുള്ള ഒരു ബോധ്യത്തിലേക്ക് അവർ പോലും എത്തിച്ചേർന്ന സമയത്താണ് ഇവിടെ ഇപ്പോൾ കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് ശുദ്ധ തോന്നിയാസം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഈ ലോകം മുഴുവൻ. ഇപ്പോൾ ഒരു വ്ളോഗർ ഉണ്ടല്ലോ, സുജിത് ഭക്തൻ എന്ന് പറയുന്നുള്ള വ്ളോഗർ, ഫിജിയിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ ഫിജിയിൽ ഇതിൻ്റെ വലിയ ബോർഡ് വെച്ചിരിക്കുന്നത് കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട്, കേരള സ്റ്റോറി എന്ന് പറഞ്ഞിട്ട് കണ്ടിട്ട് അയാൾ അവിടെ നിന്നിട്ട് അത് റിപ്പോർട്ട് ചെയ്യുന്നത്, അതിനെക്കുറിച്ച് ഈ പരിതപിക്കുന്നത് നമ്മൾ കണ്ടു. കേരളത്തെക്കുറിച്ച് തോന്നിയാസം ഇങ്ങനെ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളത്. അങ്ങനെ ലോകം മുഴുവനാണ് ഈ കേരളത്തെക്കുറിച്ചുള്ള വൃത്തികേടുകൾ ഈ രീതിയിൽ പ്രചരിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അവർക്ക് ഈ ഉദാരമായ സമീപനം അവരോട് കാണിക്കേണ്ടതുണ്ടോ എന്നുള്ളതാണ് എൻ്റെ സംശയം. കോടതിയുടെ ഈ നിലപാടാണോ ശരിയായത് എന്നൊരു മലയാളി എന്ന നിലയ്ക്ക് എനിക്ക് സംശയമുണ്ട്. കാരണം ഈ കോടതിയിൽ തന്നെ ഇരുന്ന സിംഗിൾ ബെഞ്ചിൽ ജസ്റ്റിസ് ബെച്ചു കുര്യൻ ആണല്ലോ ഈ കാര്യത്തിൽ ഇത്, അതായത് സിംഗിൾ ബെഞ്ചിൻ്റെ വിധിയിൽ കൃത്യമായി പറയുന്നുണ്ട്, ഈ 11-ാം മണിക്കൂറിൽ ഇത്തരം കാര്യങ്ങളിൽ സിനിമയെ തടയുന്ന സമീപനമൊന്നും നമുക്കില്ല. പക്ഷേ വളരെ ക്ലിയറായി എടുത്തു പറയുന്ന ചില കാര്യങ്ങൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വംശീയമായ, മതപരമായ അല്ലെങ്കിൽ മറ്റു വിഭാഗങ്ങളെ സംബന്ധിച്ച അധിക്ഷേപകരമായ ദൃശ്യങ്ങളും വാക്കുകളും പാടില്ലെന്ന കേന്ദ്ര സർക്കാർ മാനദണ്ഡങ്ങൾ സെൻസർ ബോർഡ് അവഗണിച്ചു എന്നുള്ളതാണ് ആ വിലയിരുത്തൽ. മനസ്സിലായില്ലേ? പൊതുവേ ഇത്തരം വിഷയങ്ങളിൽ അവസാന നിമിഷം സിനിമ തടയാറില്ല, സിനിമയ്ക്ക് പ്രദർശനാനുമതി കൊടുക്കുകയാണ് സാധാരണ ചെയ്യാറ്. പക്ഷേ അതല്ലാത്ത സംഭവങ്ങൾ ഇവിടെ ഉള്ളപ്പോൾ, ഇതേ ഹൈക്കോടതി ഇരുന്ന് സിനിമ കണ്ട് തീർത്തിട്ടുള്ള ചരിത്രമുള്ളപ്പോൾ, മലയാളി എന്ന നിലയ്ക്ക് ഞാൻ ഈ വിധിയെ സംശയിക്കുന്നു. അല്ല, ഞാനും സംശയിക്കുക. അത് എനിക്ക് പക്ഷേ ഒരു കാര്യമുള്ളത്, പക്ഷേ ഇത് കേരളത്തെ എന്തോ അപമാനിക്കുന്നു എന്ന പോയിന്റിലായിരുന്നില്ല ഈ നിയമവ്യവഹാരങ്ങളാണെങ്കിലും മറ്റു ചർച്ചകളാണെങ്കിലും നടക്കേണ്ടതെന്നായിരുന്നു. കേരളത്തിൽ ഇപ്പോൾ ഇവർ കേരള സ്റ്റോറി എന്ന് പറഞ്ഞാൽ ആദ്യം അപമാനിച്ചിട്ട് കേരളത്തിൽ വല്ലതും സംഭവിച്ചു? ഒന്നും സംഭവിച്ചില്ല. കേരള സ്റ്റോറി എന്നുള്ള മട്ടിൽ അവിടെ നിന്നോട്ടെ. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇതിനകത്ത് സത്യത്തിൽ കേരളത്തിലല്ല പുറത്തായിരുന്നു ഇതിൻ്റെ, അതായത് ഇത് രാജ്യത്തിൻ്റെ ഭരണഘടനയെ തന്നെയും അപമാനിക്കുന്ന ഒരു സിനിമയാണ്. IPC 153A മതം, ജാതി മുതലായവയുടെ അടിസ്ഥാനത്തിൽ ശത്രുത വളർത്തൽ, സെക്ഷൻ 295A മതവിശ്വാസം വ്രണപ്പെടുത്താനുള്ള ബോധപൂർവമായ ശ്രമം. ഇത് നമ്മുടെ സെൻസർ നിയമങ്ങൾ പ്രകാരം ഈ സമൂഹത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന വിധത്തിൽ കാര്യങ്ങളെ കൊണ്ടുപോകരുത് എന്ന് പ്രത്യേകമായ നിയമമുണ്ട്. ഇങ്ങനെ കാര്യങ്ങൾ അവിടെ ഉണ്ടായിരിക്കെ എങ്ങനെയാണ് ഇതിന് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തത് എന്ന കാര്യം പ്രത്യേകമായിട്ട് പരിശോധിക്കേണ്ടതാണ്. നമ്മളിപ്പോൾ കാണുന്ന ടീസറിനകത്ത് തന്നെയും ഇത് എന്താണ്, ഇത് മതപരമായിട്ട് ശത്രുത വളർത്താനുള്ള കാര്യമാണെന്ന് വളരെ വ്യക്തമാണ്. കാരണം എന്തുകൊണ്ടാണ്, ഈ 3 അതിക്രമങ്ങൾ കാണിക്കുന്നുണ്ട്. ഒരു പെൺകുട്ടിയെ വല്ലാതെ തല്ലുന്നു, മർദ്ദിക്കുന്നു, പിന്നെ ഇഷ്ടമല്ലാത്ത ഭക്ഷണ സാധനം ബലമായിട്ട് ഉള്ളിലേക്ക് തള്ളിക്കയറ്റുന്നു. ഇത്രയും ക്രൂരതകൾ കാണിക്കുന്നുണ്ട്. ഈ ക്രൂരതകൾ ചെയ്യുന്ന ആളുകൾ ആരാണ്? ചെയ്യുന്നത് മുസ്ലിങ്ങളാണ്, ക്രൂരതയ്ക്ക് വിധേയരാകുന്ന ഹിന്ദുക്കളാണ്. ഇതാണ് അതിനകത്തുള്ള കാര്യം. എന്തുകൊണ്ടാണ് ഈ കാര്യങ്ങൾ ചെയ്യുന്നത്? ഇപ്പം മുസ്ലിം വില്ലന്മാരും ഹിന്ദു നായകന്മാരും ഉണ്ടായിട്ടുണ്ട് പല സിനിമകളിലും, ഹിന്ദു വില്ലന്മാരും മുസ്ലിം നായകന്മാരും ഉണ്ടായിട്ടുണ്ട്, അല്ലെങ്കിൽ നായികമാരും ഒക്കെ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഉള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, എന്തുകൊണ്ടാണ് ഈ വില്ലന്മാരായിരിക്കുന്നത്? ആ വില്ലന്മാർ മുസ്ലിങ്ങളായതുകൊണ്ടാണ്. അതായത് മറ്റുള്ളവർക്ക് ഇഷ്ടമില്ലാത്ത ഭക്ഷണം വയറ്റിലേക്ക് തള്ളിക്കയറ്റി കൊടുക്കാൻ തുനിയുന്നതും അവരെ ക്രൂരമായിട്ട് മർദ്ദിക്കുന്നതും അത് ഹിന്ദുവും ഇത് മുസ്ലിം ആയതുകൊണ്ടാണ്. അതായത് ഈ മുസ്ലിം വില്ലന് ഈ കാര്യങ്ങൾ വില്ലത്തരം ചെയ്യാനുള്ള കാരണമായത് തന്നെയും അയാൾ മുസ്ലിം ആയതുകൊണ്ടാണ്. അപ്പം മുസ്ലിം ആയതുകൊണ്ട് തന്നെയും വില്ലനായിരിക്കുന്ന ആൾ
ഹിന്ദു ആയിരിക്കുന്നതുകൊണ്ട് തന്നെ നായകനായിരിക്കുന്ന ആൾ എന്ന ദ്വന്ദ്വത്തെ സൃഷ്ടിച്ചു വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് കേരളത്തെ അവമാനിക്കുന്നു എന്നത് അതിലൊരു മൈനർ പാർട്ടാണ്. ഇത് രാജ്യത്തിൻ്റെ ഈ പറയുന്ന നിയമങ്ങൾ അനുശാസിച്ച് വെച്ചിരിക്കുന്ന ഈ സംഗതികളെ ഇല്ലാതാക്കുകയാണ്. അവിടെ IPC ഇട്ട് കേസെടുക്കാവുന്ന കാര്യം അവിടെയുണ്ട്. ഈ മതപരമായിട്ടുള്ള വിഭജനം ഉണ്ടാക്കാൻ പാടില്ല എന്ന വളരെ കൃത്യമായിട്ടുള്ള സെൻസർ ബോർഡ് നിർദ്ദേശങ്ങൾ ഇവിടെ ഉണ്ടായിരിക്കെ അത് ലംഘിച്ചുകൊണ്ട് സെൻസർ സർട്ടിഫിക്കറ്റ് കൊടുത്തു. ഈ പ്രശ്നങ്ങൾ എവിടെയുണ്ട്? ഈ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരിക്കുകയാണ്. വളരെ നൈസായിട്ട് നിർമ്മാതാക്കൾ വലിയ കാശും വാങ്ങി, മീൻസ് കാശ് കൊണ്ടുവന്നിട്ട് വലിയ വക്കീലിനെ വെച്ചിട്ട് രാത്രിക്ക് രാത്രി ഇങ്ങനൊരു ഇതും വിധിയും വാങ്ങിച്ചു പോകുന്നതെന്ന് അപമാനകരമാണൊന്ന്. രണ്ടാമത്തേത്, എന്തിനാണ് കേരളത്തിൽ മാത്രം കേസ് നടന്നത്? ഇതോ ഇന്ത്യയുടെ ആകെ പ്രശ്നമാണ്. നമ്മൾ ഏറ്റവും സങ്കടകരമായിട്ട് ആലോചിക്കേണ്ടതൊരു കാര്യം, ഇവിടെ BJPയോ സംഘപരിവാരോ മാത്രമല്ലോ രാജ്യത്തുള്ളത്. ഈ നാട്ടിൽ ഒരു മനുഷ്യനും ഈ ഭരണഘടന ഇങ്ങനെ തെരുവിൽ ഈ സിനിമയാൽ ഇങ്ങനെ അപമാനിക്കപ്പെടുന്നല്ലോ എന്ന് ഈ ഹിന്ദി ബെൽറ്റ് എന്നുള്ള ഒരൊറ്റ മനുഷ്യന് പ്രശ്നമല്ല എന്നുണ്ടെങ്കിൽ പിന്നെ കേരളം മാത്രമായിട്ട് കേസ് നടത്തേണ്ട കാര്യം എന്താണെന്ന് എനിക്ക് തോന്നുന്നത്. സിനിമ കളിക്കട്ടെ, സിനിമ കളിച്ചുകൊണ്ട് അവാർഡ് മേടിക്കട്ടെ, നമുക്കെന്താണ്? എല്ലാ കാലത്തും പ്രോപ്പഗാൻഡ സിനിമകൾ ഫാഷിസത്തിൻ്റെ പ്രധാന ആയുധം തന്നെയാണ്. നാസി ജർമ്മനിയിലെ ഹിറ്റ്ലറിൻ്റെ ഭരണകാലത്തടക്കം ഇത്തരം നീക്കങ്ങൾ ഉണ്ടായിരുന്നു. ഹിറ്റ്ലറിൻ്റേത് സ്വേച്ഛാധിപത്യ ഭരണമായിരുന്നെങ്കിൽ ഇന്ത്യ ജനാധിപത്യ രാജ്യമാണെന്നതാണ് ഏറ്റവും വലിയ വ്യത്യാസം. 2014 മോദി സർക്കാർ അധികാരത്തിലെത്തിയത് മുതൽ ബോളിവുഡ് സിനിമകൾ ഹിന്ദുത്വ ആശയങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പ്രചരിപ്പിച്ചിട്ടുണ്ട്. കശ്മീർ ഫയൽസും കേരള സ്റ്റോറിയും ഉറി ദി സർജിക്കൽ സ്ട്രൈക്കും PM നരേന്ദ്രമോദിയുമെല്ലാം ഇങ്ങനെ വലതുപക്ഷത്തിൻ്റെ പണിപ്പുരയിലുണ്ടായ പ്രോപ്പഗാൻഡ സിനിമകളാണ്. അതിൻ്റെ തുടർച്ച തന്നെയാണ് കേരള സ്റ്റോറി 2യും. വർത്തമാനകാല ഇന്ത്യയിൽ മറിച്ചൊരു വിധി ഉണ്ടാകുമെന്ന് ആരെങ്കിലും പ്രതീക്ഷിച്ചിരുന്നോ എന്ന് ചോദിച്ചതുപോലെ കേരള സ്റ്റോറിയിലും ആ വിധി വന്നു എന്നേ ഉള്ളൂ. അല്ലാതെ കേരള സ്റ്റോറി 2 ശരിയായ പ്രോപ്പഗാൻഡ സിനിമയാണെന്ന് തിരിച്ചറിയാത്തവരല്ല മലയാളികൾ. ആ അവജ്ഞയോടെ തന്നെ പ്രദർശനത്തിലെത്തുന്ന കേരള സ്റ്റോറി 2 മലയാളികൾ തള്ളിക്കളയും എന്നും തീർച്ചയാണ്. എന്നിരുന്നാലും ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലടക്കം ഈ സിനിമയുണ്ടാക്കുന്ന ഡാമേജ് കാണാതിരിക്കാനാവുകയുമില്ല. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലെ ജനങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുകയും അതുവഴി ഹിന്ദുത്വ അജണ്ട നടപ്പാക്കുകയുമാണ് സിനിമയുടെ അണിയറ പ്രവർത്തകരും ലക്ഷ്യം വെക്കുന്നത്.